കുഞ്ഞുമോൻ കുര്യന്റെ പരിശുദ്ധ മരിയാസാലിലെ അമ്മയെ മാറാവേ, എന്നെയും എന്റെ ജീവിത പങ്കാളിയെയും ദാനം തന്ന 2 പെൺമക്കളെയും അമ്മയുടെ വിലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. മാതാവേ, ഞങ്ങളുടെ വസ്തു അളന്ന് തിരിച്ച് കല്ലിട്ടു അതിന്റെ പിച്ചിങ്ങി കെട്ടാൻ സാധനങ്ങൾ ഇറക്കി നാളെ അതിന്റെ പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അയൽവാസികളുമായും ഒന്നും തന്നെ ഒരിടർച്ചയോ അനാവശ്യ സംസാരങ്ങളോ ഉണ്ടാകാതെ യാതൊരു തടസ്സവുമില്ലാതെ സമാധാനപരമായി ചെറിയ മതിൽ കെട്ടാൻ സഹായിക്കണമേ എന്ന് അമ്മയോട് അപേക്ഷിക്കുന്നു. ജോലിക്കായി കടന്നു വരുന്ന മക്കളെയും സമർപ്പിക്കുന്നു. എന്റെ ഈ അപേക്ഷ കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവേ, എന്റെ മൂത്ത മകൾ എയറോനോട്ടിക് എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. മകളുടെ അടുത്ത ആഴ്ച നടക്കുന്ന എല്ലാ പരീക്ഷകളിലും യാതൊരു തടസ്സവുമില്ലാതെ ഭംഗിയായി പരീക്ഷ എഴുതുവാനും ക്ലാസ്സിൽ 1ാം സ്ഥാനം ലഭിക്കുവാനും അമ്മയും ഈശോയും സഹായിക്കണമേ. അങ്ങനെ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അമ്മയുടെ മാതൃഹൃദയത്തിൽ സമർപ്പിക്കുന്നു. എന്റെ മകൾക്ക് പഠിക്കുവാനുള്ള ഉണർവും ബുദ്ധിയും ഓർമ്മശക്തിയും പരീക്ഷ വേഗം എഴുതുവാനുള്ള കൃപയും നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. എന്റെ ജീവിത പങ്കാളിയുടെ പെട്ടെന്നുള്ള ദേഷ്യവും പിണക്കവും മാറ്റി തരണമേ എന്ന് അപേക്ഷിക്കുന്നു. എന്റെയും എന്റെ കുടുംബത്തിന്റെയും കുറവുകൾ ഈ ആലയത്തിലെ പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സമാകല്ലേ എന്ന് അപേക്ഷിക്കുന്നു. മാതാവേ, ഈ കത്തൊരു സന്ദേശാക്കി മാറ്റണമേ. അമ്മിണി പുന്നപ്ര. പരിശുദ്ധ അമ്മയുടെ വിലഹൃദയം വഴി പുത്രൻ തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന അപേക്ഷക്കത്ത് സ്മരണയ്ക്കാക്കി മാറ്റണമേ. എന്റെ മൂത്ത മകൻ ജോബിനി ഒരു എയ്സ് വണ്ടിയാണ് ഓടിക്കുന്നത്. അത് ഞങ്ങളുടെ വസ്തു വിറ്റാണ് വാങ്ങിയത്. ഒരു മാസം 7500 രൂപ അടച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിനോടും വാഹനത്തിനോടും ഉത്തരവാദിത്വം ഉണ്ടാകുവാനും വണ്ടിക്ക് സാമ്പത്തികം കടന്നു വരുന്ന ഓട്ടം കിട്ടുന്നതിനായും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണമേ എന്ന് ഒരു നല്ല കുടുംബ ജീവിതം നൽകി അനുഗ്രഹിക്കണമേ എന്നും പരിശുദ്ധ അമ്മയുടെ വിലഹൃദയം വഴി പുത്രൻ തമ്പുരാനോട് അപേക്ഷിക്കുന്നു. സേവ്യർ ജോസഫ് എന്ന മകനെ എല്ലാ പൈശാചിക ശക്തികളിൽ നിന്നും ശാപശക്തികളിൽ നിന്നും പാരമ്പര്യ രോഗങ്ങളിൽ നിന്നും ബ്രെയിൻ പ്രവർത്തിക്കാത്തത് മൂലമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പൂർണ്ണമായും മോചിപ്പിച്ച് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ നടത്തുന്ന മകനായി മാറ്റണമേ എന്ന് മരിയസാൻ അമ്മയുടെ വിവരഹൃദയം വഴി ഈശോയോട് യാചിക്കുന്നു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒത്തിരി അതിക്രമങ്ങൾ നടന്നിട്ടുള്ള പണ്ട് അമ്പലം നിന്നിട്ടുള്ള സ്ഥലമാണെന്നും അതുമൂലമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും പൂർണ്ണ മോചനം തരണമേ എന്നും മരിയസാനം അമ്മ വഴി ഈശോയോട് യാചിക്കുന്നു. ഒരു വിഗ്രഹത്തിന്റെ മുകളിലാണ് ഞങ്ങൾ പുരവച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അതുമൂലമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പൂർണ്ണ മോചനം തരണമേ എന്നും മരിയസാനം അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ 4 പേരുള്ള വീട്ടിൽ ആരെങ്കിലും ഒരാൾ എപ്പോഴും രോഗത്തിലാണ്. ഒരു ബന്ധു ഞങ്ങൾക്ക് ക്ഷുദ്രം ചെയ്തിരിക്കുകയാണെന്ന് അറിഞ്ഞു. എന്തായാലും ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഒരു നന്മ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്നത് ആ ബന്ധുവിനും കുടുംബത്തിനും ഇഷ്ടമല്ല. ഞങ്ങൾക്ക് അവർ ശത്രുക്കളായും അവർക്ക് ഞങ്ങൾ ശത്രുക്കളും ആണ്. അവരുടെ ശത്രുതയിൽ നിന്നും അതുമൂലമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പൂർണ്ണ മോചനം തരണമേ എന്ന് മരിയസാൻ അമ്മ വഴി ഈശോയോട് യാചിക്കുന്നു. ഏപ്രിൽ മാസത്തിൽ നാട്ടിൽ വരുമെന്ന് സേവി എന്ന മകന്റെ ബിടെക് പഠിത്തം ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കുന്നു.
ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പൂർണ്ണ മോചനം കൊടുത്ത് നല്ല ഭാവിയുള്ള മകനാക്കി തീർക്കണമേ എന്ന് മരിയസായന്റെ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയോട് യാചിക്കുന്നു. ഏപ്രിൽ മാസത്തിൽ നാട്ടിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ വിദേശത്തേക്ക് കമ്പനി ആവശ്യപ്പെട്ടതനുസരിച്ച് ജോലിക്ക് പോയിരിക്കുന്ന മകൾക്ക് അവിടെ നല്ല സുരക്ഷിതത്വവും ആരോഗ്യവും കിട്ടുവാനും അവധിക്ക് തന്നെ കർത്താവ് മനസ്സാകുന്ന നല്ലൊരു ജീവിത പങ്കാളിയെ കാണിച്ചു തന്ന് വിവാഹം നടത്തിയിട്ട് മാത്രം ജോലിക്ക് പോകുവാൻ ഇടയാക്കണമേ എന്ന് മരിയസാൻ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയോട് യാചിക്കുന്നു. സൂസി പള്ളിക്കൽ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. അപേക്ഷക അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നത് സ്വർണ്ണയ്ക്കാക്കി മാറ്റണമേ. മാതാവേ, ഞങ്ങളുടെ അയൽവാസികളായ കുഞ്ഞമ്മ എന്ന മകളെയും ബീന എന്ന മകളെയും ശശി എന്ന മകനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ മക്കൾ ദിവസവും അതിര് മാന്തുകയും ഞങ്ങളുടെ വസ്തുവിലോട്ട് ചരിച്ചു നിർത്തി ഫലവൃക്ഷങ്ങൾ വച്ചു പിടിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒന്നും പറയാനോ ചോദിക്കുവാനോ ആ സ്ഥലത്ത് ചെല്ലാനും പറ്റാത്ത അവസ്ഥയാണ്. ഈ മക്കളുടെ ഈ അവസ്ഥയിൽ നിന്നും പൂർണ്ണമായി വിടുവിച്ച് മാനസാന്തരം കൊടുക്കുവാൻ അമ്മ ഈശോയോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ എന്നും അപേക്ഷിക്കുന്നു. ഈ മക്കളുടെ അപേക്ഷയെല്ലാം നമുക്ക് പരിശുദ്ധ ദൈവമാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. മക്കളുടെ ഓരോ അപേക്ഷയുടെ മേൽ ഈശോയുടെ കരുണയുണ്ടായി അവര് സമാധാനവും സന്തോഷമുള്ള മക്കളായി തീരുവാൻ ദൈവം അനുഗ്രഹിക്കുവാൻ നമുക്ക് ഈ മക്കൾക്ക് ഓരോരുത്തരെയും നമുക്ക് ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്ന് നമ്മളിവിടെ കണ്ട ഒരു വലിയ കാഴ്ചയുണ്ട്. കസേരയിൽ ഇരുത്തി ഒരു അപ്പച്ചനെ എടുത്തുകൊണ്ട് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. നമുക്ക് ആ അപ്പച്ചനെ, ആ കുടുംബത്തെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. അമ്മേ മാതാവേ, ഈശോയുടെ സന്നിധിയിൽ കടന്നു വന്ന ഒരു മക്കളും അനാഥരായി പോയിട്ടില്ലല്ലോ. ആ സ്വർഗീയ വാഗ്ദാനത്തിന്റെ അവകാശിയായി അമ്മേ ആ മകനും കുടുംബവും മാറുവാനും ഇവിടെ സമർപ്പിച്ച ഓരോ അപേക്ഷയുടെ മേലും ഈശോയുടെ കരുണയുണ്ടായി ഇവരെല്ലാം വിശ്വാസത്തിന്റെ മക്കളായി തീരുവാൻ അമ്മ ഈ മക്കൾക്കായി അവിടുത്തെ തിരുക്കുവാണ് പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ, പിതാവേ സ്തോത്രം ചെയ്യുന്നു, കർത്താവേ സ്തോത്രം ചെയ്യുന്നു.